ചെറിയ കാല ആയുസ് അല്ലാഹുവിന് തഖ്വ ചെയ്ത് തങ്ങളെ മഹബ്ബത്തിലായി ഇഷ്ഖിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. കള്ളം പറയാതെ, ഗൈബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ് രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അല്ലാഹു പൊറുക്കുമോ? നാവ് കൊണ്ട് ഹറാമ് പറയണ്ട, ഹറാമ് സംസാരിക്കണ്ട, കളവ് പറയണ്ട, ഗീബത്ത് പറയണ്ട. ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ, സാദാത്തുക്കളെ ഒരാളെയും രാഷ്ട്രീയം നോക്കിയിട്ടോ ഒരാളെയും ഗ്രൂപ്പീസം നോക്കിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാൻ പോകണ്ട. അത് വലിയ അപകടമാണ് കേട്ടോ. മിസ്കീന്മാരായ നമുക്ക് മാത്രമല്ല, വിശ്വാസി ജനങ്ങൾക്ക് മൊത്തവും പരിശുദ്ധ ഖുർആൻ ബോധ്യപ്പെടുത്തിയതുപോലെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, സ്വന്തത്തെക്കാളേറെ ഏറ്റവും ബന്ധപ്പെട്ടവരാണ് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി. അതന്നെ ഇവിടെ എഴുതി കാണുന്ന പുണ്യ റബ്ബീന് സ്വാഗതം. അതിൻ്റെ മുകൾ കണ്ടില്ലേ, ഫിദാക അബീ വ ഉമ്മി യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയാണ് അസ്ഹാബ് തങ്ങളോട് പറഞ്ഞത്. തങ്ങളല്ലാതെ ഞങ്ങളുടെ ജീവിതത്തിൽ മറ്റൊന്നുമില്ല. മഹാന്മാരായ സ്വഹാബത്തിൻ്റെ ഭാഷയാണത്. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ ഉലൂഹിയ്യത്തിൻ്റെ മഖാമ് കഴിഞ്ഞാൽ ലോകത്ത് ഏറ്റവും കൂടുതൽ ഷറഫുള്ളവർ ആരാണ്? അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ തങ്ങളോടുള്ള ഹുബ്ബ്, ഇഷ്ഖ് അതിൽ ഊട്ടിയുറപ്പിച്ച ഒരു മജ്ലിസാണ് ഈ മദ്ഹിന്റെ മഹബ്ബത്തിന്റെ മജ്ലിസ്. അല്ലാഹു ഖബൂലാക്കി തരട്ടെ. അതുകൊണ്ട് തന്നെ റഹ്മത്തുല്ലിൽ ആലമീനായ തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് വിവരം നൽകിയതുപോലെ ലാ യുഅ്മിനു അഹദുക്കും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വ വലദിഹി വന്നാസി അജ്മഈൻ. നാം ഏറ്റവും സ്നേഹിക്കുന്ന, പ്രിയം വെക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, മക്കൾ ഉൾപ്പെടെ സ്നേഹജനങ്ങളായി ആരെല്ലാമുണ്ടോ സർവരെക്കാളും തങ്ങളെ സ്നേഹിക്കാതെ ഒരാളുടെയും ഈമാന് കമാലിയത്തില്ല, ഒരാൾക്കും ഇസ്ലാം ഉൾക്കൊള്ളാൻ കഴിയില്ല. അതാണ് അവിടെ നിന്ന് പഠിപ്പിച്ചത്. ആ വലിയ സ്നേഹം ഉൾക്കൊണ്ടുകൊണ്ട് ആദരവ് നിലനിർത്തിയിട്ട് ഹബ്ബിലായി ഇഷ്ഖിലായി ആണ് ഈ റബീഉൽ അവ്വലിലെ അവിടുത്തെ വിലാദത്തിൻ്റെ മാസവും കൂടിയായ ഈ പുണ്യ റബീഉൽ, ഈ പാതിരാത്രിയോടടുത്ത സമയം മഹാനരായ ശൈഖുന CM വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിറഹുൽ അസീസ് അവിടുത്തെ വീട്ടിൽ ഈ നിലക്ക് ഒരു ശ്രേഷ്ഠമായ മജ്ലിസിൽ നാം ഇവിടെ സമ്മേളിച്ചു. റബ്ബേ, നീ ഞങ്ങൾക്ക് കബൂലാക്കിയിട്ട് എന്ത് ഖൈറായ നിയ്യത്തോടെ ഈ മജ്ലിസിൽ ഇത്രയും സമയം കാത്തുനിന്ന് ഞങ്ങളോടൊപ്പം കൂടിയവരുണ്ടോ, നീ അത് പൂർത്തിയാക്കണം അല്ലാഹ്. ഏത് രോഗികളുണ്ടോ ശിഫ നൽകണം അല്ലാഹ്. എത്ര കടങ്ങളുണ്ടോ വീട്ടാൻ വഴി എളുപ്പാക്കണം അല്ലാഹ്. മരണപ്പെട്ടവരുടെ ഖബർ സ്വർഗമാക്കണം റഹ്മാനെ. പ്രിയമുള്ള സഹോദരന്മാരെ, ഇദൻ യക്ഫീക ഹമ്മു ദുനിയാ വ ഹമ്മുൽ ആഖിറ ഖാല റസൂലുള്ളാഹി. ദുനിയാവിലെ ആഖിറത്തിലെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണ് സ്വലാത്ത്. അതുകൊണ്ട് തന്നെ സ്വലാത്ത് ധാരാളം ചൊല്ലാൻ വേണ്ടിയാണ് അവിടുന്ന് നമ്മോട് നിർദ്ദേശിച്ചിട്ടുള്ളത്. അക്സിറു മിനസ്സലാത്തി അലയ്യ, നിങ്ങൾ എൻ്റെ മേൽ ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക. സ്വലാത്ത് വർദ്ധിപ്പിക്കുന്ന ആളുകൾക്ക് ഖബറിൽ പ്രകാശമായിട്ട് ആ സ്വലാത്ത് കൂട്ടിനുണ്ടാകുമെന്ന് ഫഇന്ന സ്വലാത്ത അലയ്യ നൂറുൻ ഫിൽ ഖബ്രി ഖാല റസൂലുള്ളാഹി. അവിടെന്ന് പറഞ്ഞിട്ടുണ്ട്, ഇന്ന ഔലന്നാസി ബി യൗമൽ ഖിയാമത്തി അക്തറുഹും അലയ്യ സ്വലാ. ആര് സ്വലാത്ത് വർദ്ധിപ്പിക്കുന്നോ അവരും തങ്ങളും വലിയ ബന്ധത്തിലെന്ന് ഖാല റസൂലുള്ളാഹി. സ്വലാത്ത് തങ്ങളുടെ മദ്ഹാണ്. തങ്ങളെ മദ്ഹ്
ഏത് രൂപേണ, കാരണം അള്ളാഹു നിർവഹിക്കുന്ന വിഷയല്ലേ, മലായികത്ത് നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന വിഷയല്ലേ. ഇന്നല്ലാഹ വ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലൂ അലൈഹി വസല്ലിമൂ തസ്ലീമാ. അല്ലാഹുവും അവൻ്റെ മലായികത്തും നിർവഹിച്ചു കൊണ്ടേയിരിക്കുന്ന സ്വലാത്ത്, വിശ്വാസി ജനങ്ങളോട് ചൊല്ലാൻ ആജ്ഞയുള്ള ആ ശ്രേഷ്ഠമായ വലിയ പുണ്യമുള്ള ഒന്ന്, അത് അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ സ്വലാത്ത് ചൊല്ലിയാൽ അതിൻ്റെ ശ്രേഷ്ഠത എന്താണ്, അതിൻ്റെ മഹത്വം എന്താണ്? ഇത്വാഅത്തുൽ ലി അംരിഹി വത്തിബാഉൽ ലി ഫിഅലിഹി. അല്ലാഹു റബ്ബുൽ ഇസ്സത്തിന്റെ കൽപ്പന അംഗീകരിക്കലോടുകൂടെ റബ്ബിന്റെ പ്രവർത്തനത്തെ ഇത്തിബാ ചെയ്യുക എന്ന വലിയ കാര്യം സ്വലാത്തിലുള്ളതിനാൽ സ്വലാത്ത് പോലെ മഹത്വമുള്ള മറ്റൊന്നില്ല. അതുകൊണ്ടാണ് നിയ്യത്തില്ലാതെ സ്വീകരിക്കപ്പെടുന്ന ഒരേ ഒരു അമൽ അത് അസ്വലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ നാം ചൊല്ലുന്ന സ്വലാത്തുകളാണ്. ആ സ്വലാത്തിന്റെ, മദ്ഹിന്റെ, മഹബ്ബത്തിന്റെ ഒരു വലിയ മജ്ലിസാണ് നമ്മുടെ ഈ മഹനീയ സംഗമം. അള്ളാഹു കബൂലാക്കി തരട്ടെ. പല പ്രാവശ്യം തങ്ങളെ യഖദത്തിലും മനാമിലും അസുഹാബ് പ്രശംസിച്ച അജ്മലുൽ ഖൽഖായ തങ്ങളെ കാണാൻ ഈ മജ്ലിസ് ഞങ്ങൾക്ക് കബൂലാക്കണം റഹ്മാനെ. ഇമാം സൈനുദ്ദീൻ മഖ്ദൂം റഹിമഹുല്ലാ ഫതുഹുൽ മുഈനിന്റെ തുടക്കത്തിൽ എഴുതി വെച്ചു, വ അവ്വലു വാജിബിൻ അലൽ ആബായി തഅലീമുഹു അന്ന നബിയനാ മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ബിമക്ക വദുഫിന ഫിൽ മദീന. അതെ, മുമയ്യിസായ വകതരവെത്തിയ കുട്ടികൾക്ക് അവിടെ കാണാം, ഹത്താ അലൽ അംരി ബിസ്സലാ, നിസ്കാരം കൊണ്ട് കൽപ്പിക്കുന്നതിനേക്കാൾ ആദ്യമായിട്ട് വകതരവെത്തിയ കുട്ടികൾക്ക്, രക്ഷകർത്താക്കൾക്ക് പഠിപ്പിക്കൽ, തഅലീം ചെയ്യൽ, വാജിബായ ലാസിമായ നിർബന്ധമായ വിഷയം അത് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സംബന്ധിച്ചുള്ള വിവരണങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാനാണ്. അതാണ് അത്രയും തങ്ങളുമായിട്ടുള്ള ആ അഭേദ്യമായ ബന്ധം. അത് ജീവിതത്തിന്റെ വലിയ ഘടകമാണ്. അത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ദുനിയാവിലും ആഖിറത്തിലും വിജയിക്കാൻ അത് വലിയ കാരണമാണെന്ന് മാത്രമല്ല, അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ്. അതില്ലേ എന്നാൽ അവൻ്റെ ഈമാന് കമാലിയത്തില്ല, അവൻ്റെ ഇസ്ലാം അത് കമാലിയത്തുള്ള ഇസ്ലാമല്ല. ഇസ്ലാം ഉൾക്കൊള്ളാൻ, ഈമാൻ ഉൾക്കൊള്ളാൻ, തങ്ങളെ മഹബത്ത് അത് പൂർണ്ണമായ നിലക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയ മഹാന്മാരാണ് അസ്ഹാബു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അസ്ഹാബിന് ദറജ കിട്ടിയത്, ഉലമാഇന് ഖബൂൽ കിട്ടിയത്, ആരിഫീങ്ങൾക്ക് മഖാം കിട്ടിയത്, ഔലിയാഇന് റിഫഅത്ത് കിട്ടിയത് ഒരേ ഒരു കാരണം കൊണ്ടാണ്, മഹബ്ബത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹാബത്തിന്റെ കൂട്ടത്തിൽ ഏറ്റവും കൂടുതൽ ശറഫുള്ളവരായി നാം പറയുന്നത് അംബിയാഇനെ കഴിഞ്ഞാൽ അലൈഹിമുസ്സലാത്തു വസ്സലാം ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ശറഫുള്ളവർ ആരാണ്? ബഹുമാനപ്പെട്ട സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു ആണ്. കാരണം സിദ്ദീഖ് തങ്ങളുടെ ആ മഹബ്ബത്ത് അത് പരിധി നിശ്ചയിക്കാൻ പറ്റാത്ത നിലക്കാണ്. ആ ഹബ്ബിലായി ഇഷ്ഖിലായി ജീവിതം ലയിച്ച മഹാനാണ്. സിദ്ദീഖ് തങ്ങളുടെ ഹബ്ബിനോളം ഇഷ്ഖിനോളം മറ്റൊരാളുടെയും ഹബ്ബും ഇഷ്ഖും അത് എത്തുകയില്ല. അത്രത്തോളം കമാലിയത്താണ് മഹാനവറുകളുടെ ഇഷ്ഖിനും ഹബ്ബിനും. അതുകൊണ്ട് തന്നെ അമ്പിയാക്കളെ കഴിഞ്ഞാൽ ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ മഹത്വമുള്ളവരായിട്ട് റഹ്മത്തുല്ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വാഴ്ത്തി പറഞ്ഞവരാണ് സിദ്ദീഖ് തങ്ങൾ. ഓറ് തൗറിൽ പാമ്പിന്റെ കടി കൊണ്ടിട്ട് സ്വന്തം ശരീരത്തിൽ നിന്ന് അനിയന്ത്രിതമായി കണ്ണുനീര് തങ്ങളെ മുഖത്തേക്ക് വിശ്രമിക്കുന്ന തങ്ങളെ മുഖത്തേക്ക് എത്തിയപ്പോഴും സ്വന്തം കാര്യം ചിന്തിക്കാതെ, സ്വന്തത്തിന്റെ ഒരു പരിഭവമില്ലാതെ, സ്വന്തത്തിനെ മറന്നുകൊണ്ട് എന്റെ ജീവൻ നഷ്ടപ്പെട്ടാലും എനിക്കത് കാര്യമല്ലെന്ന നിലക്ക് തങ്ങളെ ഉറക്കി ഉണർന്നത്, റസ്റ്റിന് ഭംഗം വന്നത്, അഫ്വൻ യാ റസൂലല്ലാഹ്, എന്നോട് ക്ഷമിക്കണേ നബിയെ, അവിടുത്തെ റസ്റ്റ് എടുക്കുന്നതിന് ഉറക്കി ഉണർന്നതിന് അത് പ്രയാസമായി പോയോ? ഈ സിദ്ദീഖിന് അത് സഹിക്കാൻ പറ്റില്ല, എനിക്കത് ചിന്തിക്കാൻ പറ്റില്ല. വലിയ നിലക്ക് ആ മഹബ്ബത്ത്, ആ ഇഷ്ഖ് അതങ്ങ് ലയിച്ചു. അതുകൊണ്ട് തങ്ങൾ പറഞ്ഞു, അവ്വലു മൻ ആമന ബി അബൂബക്കർ,
അവ്വലു മൻ സദ്ദഖനി അബൂബക്കർ അവ്വലു മൻ ദഖലൽ ജന്ന അബൂബക്കർ. എന്നെ കൊണ്ട് ആദ്യം വിശ്വസിച്ച് സ്വർഗത്തിൽ എൻ്റെ സമുദായത്തിൽ നിന്ന് ആദ്യമായി സ്വർഗപ്രവേശം നടത്തുന്നത് എൻ്റെ പ്രിയപ്പെട്ട സിദ്ദീഖുൽ അക്ബർ എന്ന് ഖാല റസൂലുള്ളാഹി. ആ ഇഷ്ഖ്, ഹബ്ബ്, അത് ദുനിയാവിലെ ആഖിറത്തിന്റെ വിജയത്തിന്റെ നിദാനമാണ്. ആശിഖീങ്ങൾ അങ്ങനെയാണ് നമുക്ക് പറഞ്ഞു തന്നത്. അതെ, ഹബ്ബുൻ നബിയ്യി വമദ്ഹുഹു ഖൈറുൽ അമൽ, അമാലുകളിൽ ഏറ്റവും മഹത്വമുള്ള അമൽ അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കലാണ്, ആ തങ്ങളെ മദ്ഹ് ചെയ്യലാണ്. ആ സ്നേഹ മദ്ഹ് ദോഷങ്ങൾ പൊറുക്കാൻ അത് കാരണമാണ്. ദിക്റുൽ അംബിയാ ഇബാദ ഖാല റസൂലുള്ളാഹ്. അംബിയാക്കളെ ബഹുമാനം പറയൽ അത് ഇബാദത്താണെന്ന് തങ്ങൾ പറയാണ്. ദോഷങ്ങൾ പൊറുക്കാൻ കാരണമാണ്, രോഗങ്ങൾ സുഖപ്പെടാൻ കാരണമാണ്, കടങ്ങൾ വീടാൻ അത് കാരണമാണ്, ബുദ്ധിമുട്ടുകൾ നീങ്ങിക്കിട്ടാൻ അത് കാരണമാണ്. അവസാനം തങ്ങളെ കണ്ട് തപസ്സുമിലായി കലിമ ചൊല്ലി പിരിയാൻ ആഗ്രഹിക്കുന്ന മുസ്ലിമീങ്ങളുണ്ടോ? തങ്ങളെ മദ്ഹ് അതിന് പരിഹാരമാണ്. ഖബറിൽ രക്ഷപ്പെടാൻ, ഹൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാൻ, അർശിന്റെ തണൽ ലഭിക്കാൻ, അവിടുത്തെ ജിവാറിൽ സ്വർഗത്തിൽ ചാൻസ് കിട്ടാൻ, അതൊക്കെ മദ്ഹ് അത് കാരണമാണ്. മഹബ്ബത്ത് അതിനുള്ളതാണ്. വെറും നിസ്കാരം കൊണ്ടോ സകാത്ത് കൊണ്ടോ നോമ്പ് കൊണ്ടോ ഹജ്ജ് കൊണ്ടോ മാത്രം രക്ഷപ്പെടാൻ പറ്റില്ല. അതെല്ലാം നിർവഹിക്കലോടുകൂടി, അതെല്ലാം നിലനിർത്തലോടുകൂടെ റഹ്മത്തുൽ ആലമീനായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അകമഴിഞ്ഞ് സ്നേഹിക്കാനും ആ സ്നേഹം നിലനിർത്താനും പറ്റണം. സ്വഹാബത്ത് അങ്ങനെ ജീവിച്ച മഹാന്മാരാണ്. അതുകൊണ്ടാണ് ഖുർആൻ അസ്ഹാബു റസൂലില്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ബഹുമാനം പറഞ്ഞത് ആമിനു കമാ ആമനന്നാസ്. നിങ്ങൾ അന്നാസാകുന്ന സുഹാബു റസൂലില്ലാഹ് അവര് വിശ്വസിച്ചതുപോലെ വിശ്വസിക്കണം. സ്വഹാബത്ത് ഉൾക്കൊണ്ടതുപോലെ, സ്വഹാബത്ത് പ്രാവർത്തികമാക്കിയതുപോലെ ഉൾക്കൊള്ളാനും പ്രാവർത്തികമാക്കാനും സ്നേഹിക്കാനും നമുക്ക് പറ്റിയാൽ നമുക്ക് രണ്ട് ലോകത്തും വിജയം കൈവരിക്കാൻ പറ്റും. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അതുകൊണ്ട് ആ മഹാന്മാരായ അസ്ഹാബിലൂടെ, ബഹറുൽ ഉലൂമുകളായ മുജ്തഹിദുകളായ അയിമ്മത്തുകളിലൂടെ, പരിശുദ്ധ ഖുർആനിന്റെ മുഫസ്സിറുകളിലൂടെ, അഖീദയുടെ ഉലമായിലൂടെ നമ്മിലേക്ക് കൈമാറി കിട്ടിയ സത്യപ്രസ്ഥാനമാകുന്ന അഹ്ലുസുന്നത്തി വൽ ജമാഅ, ആ സുന്നത്ത് ജമാഅത്തിന്റെ അഖീദയിൽ അടിയുറച്ച് ചെറിയ കാല ആയുസ് അല്ലാഹുവിനെ തഖ്വ ചെയ്ത് തങ്ങളെ മഹബ്ബത്തിലായി ഇഷ്ഖിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. കള്ളം പറയാതെ, അയ്ബത്ത് പറയാതെ, ഫിതന ഉണ്ടാക്കാതെ, ഫസാദ് ഉണ്ടാക്കാതെ, സുന്നത്ത് ജമാഅത്തിന്റെ ഒരൊറ്റ ആലിമീങ്ങളെയും ഗ്രൂപ്പിസത്തിന്റെ പേരിലും അല്ലാതെയും കുറവാക്കി പറയാതെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ബ്ലഡ്, രക്തം ശരീരത്തിൽ നടക്കുന്ന മഹാന്മാരായ സയ്യിദന്മാർ ഒരു തങ്ങന്മാരെയും കുറവാക്കണ്ട. അത് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കത് സഹിക്കില്ല. തങ്ങൾക്ക് സഹിക്കാത്തത് അള്ളാഹു പൊറുക്കുമോ? നാട്ടിൽ കുഴപ്പങ്ങൾ ഉണ്ടാക്കണ്ട, വർഗീയ തീവ്രവാദ ഭീകരവാദ വിഷയങ്ങളിൽ അകപ്പെടണ്ട, നാടിന്റെ സമാധാനം കെടുത്തുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടണ്ട, ലഹരിയുമായിട്ട് ഇടപെടണ്ട, വ്യഭിചാര പ്രവർത്തനങ്ങളിൽ അകപ്പെടണ്ട, പലിശയുമായിട്ട് ബന്ധപ്പെടണ്ട, ഒരൊറ്റ വക്ത് നിസ്കാരം ഖളാ ആക്കണ്ട. പരമാവധി സുന്നത്തുകൾ വർദ്ധിപ്പിച്ചുകൊണ്ട് ചെറിയ കാല ആയുസ് അഹ്ലു സുന്നയുടെ ഖിദ്മയിൽ തങ്ങളെ മഹബ്ബത്തിലായി സമർപ്പിക്കാൻ നമുക്ക് പറ്റണം. ഈ ശ്രേഷ്ഠമായ മജ്ലിസ് റബ്ബാകുന്ന നീ ഞങ്ങൾക്ക് ഖബൂലാക്കണം റഹ്മാനേ. ഖുത്ബുൽ ആലം ശൈഖുനാ സയ്യിദ് വലിയുല്ലാഹി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് മഹാനവറുകളുടെ ചാരത്ത് നടന്നു വരുന്ന ആത്മീയമായ ഐലുന്നൂർ മജ്ലിസ് അൽഹംദുലില്ലാ വലിയ രൂപേണ നടന്നു വരികയാണ്. ഇതിലേക്ക് നേതൃത്വം നൽകുന്ന ഉസ്താദന്മാർ ഉൾപ്പെടെ എല്ലാവർക്കും നീ ഖൈർ പ്രദാനം നൽകണം റഹ്മാനാ. വളരെ പവിത്രമാക്കപ്പെട്ട മാസത്തിലും സമയത്തിലുമാണ് നാം ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ആത്മീയമായ നമ്മുടെ മജ്ലിസ് നമ്മുടെ പ്രശ്നങ്ങൾക്കുള്ള വലിയ പരിഹാരമാണ്. ഇത്തരം ആത്മീയമായ സദസ്സിലൂടെ പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല, മാറാത്ത രോഗങ്ങളില്ല,
പരിഹരിക്കപ്പെടാത്ത വിഷയങ്ങളില്ല. എല്ലാത്തിനും പരിഹാരം ആത്മീയമായ ഇതുപോലത്തെ നമ്മുടെ സദസ്സുകളാണ്. പ്രത്യേകിച്ച് ധാരാളം സ്വലാത്തുകൾ ഈ സദസ്സിൽ നാം ചൊല്ലിയിട്ടുണ്ട്, ഇനിയും ചൊല്ലാനുണ്ട്. സ്വലാത്ത് നമ്മുടെ എല്ലാവിധ വിഷയങ്ങൾക്കുള്ള വലിയ പരിഹാരമാണ്. സ്വലാത്ത് കൊണ്ട് തീരാത്ത വിഷയങ്ങളില്ല. അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്ത് ചൊല്ലുമ്പോൾ നമ്മുടെ എല്ലാവിധ വിഷയങ്ങൾക്കും വലിയ പരിഹാരം കിട്ടുകയാണ്. ദുനിയാവും രക്ഷപ്പെടും, ആഖിറവും രക്ഷപ്പെടും. മഹാനായിരിക്കുന്ന ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിലൂടെ റഹ്മത്തുൽ ലിൽ ആലമീൻ ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു പഠിപ്പിക്കുന്ന ഹദീസിൽ നമുക്ക് വായിക്കാൻ കഴിയും, കാണാൻ കഴിയും. ഇദൻ യക്ഫീക ഹമ്മുദ് ദുനിയ വഹമ്മുൽ ആഖിറ. ഓ ഉബയ്യ് റളിയല്ലാഹു അൻഹു, അങ്ങക്ക് ദുനിയാവും ആഖിറവും രക്ഷപ്പെടാനുള്ള വലിയൊരു വഴി അത് സ്വലാത്താണ്. സ്വലാത്ത് കൊണ്ട് രണ്ട് ലോകവും വിജയിക്കും, വലിയ പരിഹാരം കിട്ടുമെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മളെ പഠിപ്പിച്ചെങ്കിൽ നമ്മുടെ എല്ലാ വിഷയങ്ങൾക്കുള്ള വലിയ പരിഹാരം അത് അസ്സലാത്തു അലൻ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടുള്ള സ്വലാത്താണ്. അവിടുത്തോടുള്ള മഹബ്ബത്ത്, ഇഷ്ഖ് നമ്മുടെ ഖൽബിൽ എപ്പോഴും നാം ഊട്ടി ഉറപ്പിക്കണം. എപ്പോഴും സ്വലാത്ത് ചൊല്ലുക. കഴിഞ്ഞ മാസം റബീഉൽ അവ്വലാണ്. വിപുലമായ മൗലിദ് പാരായണങ്ങളും ബുർദ മജ്ലിസുകളും അവിടുത്തെ പേരിൽ താരീഖുകൾ പറഞ്ഞു മൗലിദുകളൊക്കെ നമ്മുടെ വീടുകളിൽ, മഹല്ലുകൾ, പള്ളി, മദ്രസ സ്ഥാപനങ്ങൾ ഉൾപ്പെടെ എല്ലാ സ്ഥലങ്ങളിലും വലിയ രൂപത്തിൽ നടന്നു വന്നിരുന്നു. അത് തങ്ങളോടുള്ള വലിയ ആദരവിന്റെ ഒരു ഭാഗമാണ്. തങ്ങളെ നാം ഖൽബിലേറ്റണം, തങ്ങളെ സ്നേഹിക്കണം. തങ്ങളെ സ്നേഹിക്കാതെ നമ്മുടെ ഈമാൻ കാമിലാകുന്നില്ല. എപ്പോഴും നാമൊക്കെ കേൾക്കുന്നത് പോലെ, എല്ലാവരും പറയാറുള്ളത് പോലെ കിതാബുൽ ഈമാൻ ഇമാം ബുഖാരി റളിയല്ലാഹു കൊണ്ടുവന്ന ബുഖാരിയിൽ ഹെഡിംഗ് ഇട്ട് ബാബു കിതാബുൽ ഈമാനിൽ പറഞ്ഞു, ലാ യുഅ്മിനു അഹദുകും ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ. സ്വന്തം നഫ്സിനേക്കാൾ, മാതാപിതാക്കളെക്കാൾ നാം ഇഷ്ടപ്പെടുന്ന ആരെല്ലാം ജനങ്ങളുണ്ടോ, എന്തെല്ലാം വസ്തുക്കളുണ്ടോ, എല്ലാത്തിനേക്കാളിലും എന്നെ സ്നേഹിക്കാത്ത കാലത്തോളം ഈമാൻ പൂർണ്ണമല്ലെന്ന് പഠിപ്പിച്ച നേതാവാണ് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി. ഓർക്കണം, സ്വലാത്തിലിക്കട്ടെ. അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സയ്യിദുനാ സയ്യിദുൽ അബ്റാർ മുഹമ്മദുർ റസൂലുള്ളാഹി خاتم الأنبياء محمد رسول الله أشرف الورى محمد رسول الله صلى الله عليه وسلم. ആ തങ്ങളെ നാം ബഹുമാനിക്കേണ്ടതുണ്ട്, അവിടുത്തെ ആദരിക്കേണ്ടതുണ്ട്. ആ തങ്ങളെ സ്നേഹിക്കാത്ത കാലത്തോളം ഈമാൻ പൂർണ്ണമല്ലെന്നല്ലേ ഓർമ്മപ്പെടുത്തിയത്. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരന്മാരെ, ലൈവ് ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ട സ്നേഹികളെ, ആ തങ്ങളെ വലിയ രൂപത്തിൽ ആദരിക്കണേ, വലിയ രൂപേണ സ്നേഹിക്കണേ. ആ തങ്ങളെ മഹബ്ബത്ത് വെച്ചാൽ നമ്മുടെ ദുനിയാവും ആഖിറവും രക്ഷപ്പെടും. ആ തങ്ങൾക്ക് വലിയ സ്ഥാനം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് കൊടുത്തില്ലയോ? ലക്ഷത്തിൽ പരം വരുന്ന അമ്പിയാക്കന്മാരെ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നിയോഗിച്ചിട്ട് അവരെ പേരിലൊന്നും അല്ലാഹു സ്വലാത്ത് ചൊല്ലുകയോ ചൊല്ലാൻ അടിമകളോട് പറയുകയോ ചെയ്യാതെ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് സ്വലാത്ത് ചൊല്ലാൻ പഠിപ്പിക്കുന്നത് അഹ്സാബ് സൂറത്തിൽ നമുക്ക് കാണാം. ഇന്നല്ലാഹ വ മലായികതുഹു
يصلون على النبي يا أيها الذين آمنوا صلوا عليه وسلموا تسليما അല്ലാഹും അവിടുത്തെ മലക്കുകളും തങ്ങളെ ആദരിച്ച് ബഹുമാനിച്ച് സ്വലാത്ത് ചൊല്ലിക്കൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് വിശ്വാസികളെ, ആ തങ്ങളെ പേരിൽ നിങ്ങളും സ്വലാത്ത് ചൊല്ലണമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പരിശുദ്ധ ഖുർആനിൽ ഓർമ്മപ്പെടുത്തുമ്പോൾ ആ തങ്ങളെ സ്ഥാനം എത്ര വലുതാണ്, അവിടുത്തെ ബഹുമാനം എത്രയാണ്, അവിടുത്തെ സ്ഥാനം പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുകയാണ്. വഅല്ലമക മാ ലം തകുൻ തഅലം വകാന ഫളലുല്ലാഹി അലൈക അളീമാ. വലിയ സ്ഥാനത്തിന്റെ ഉടമയാണ് റഹ്മത്തുൽ ലിൽ ആലമീൻ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ആ തങ്ങളെ അങ്ങേയറ്റം സ്നേഹിക്കുക, ബഹുമാനിക്കുക, ധാരാളം സ്വലാത്തുകൾ വർദ്ധിപ്പിക്കുക, പരിശുദ്ധ ഖുർആൻ ഓതുക, ഇസ്തിഗ്ഫാർ വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ ദിക്റുകൾ ഉൾപ്പെടെ എന്തെല്ലാം നമുക്ക് നല്ല കാര്യങ്ങൾ നമ്മുടെ നാവ് കൊണ്ട് ചൊല്ലാൻ പറ്റുമോ, പറയാൻ പറ്റുമോ, ഓതാൻ കഴിയുമോ, അതൊക്കെ നമ്മുടെ നാവ് കൊണ്ട് നാം ഓതിക്കൊണ്ടേയിരിക്കുക. ഖുർആൻ, പരിശുദ്ധ ഖുർആൻ ദിവസം ഒരു പേജെങ്കിലും സുബ്ഹി നിസ്കാരത്തിന്റെ ശേഷം നാം ഓത്ത് പതിവാക്കണം. നാവ് കൊണ്ട് നല്ലത് പറയാം, ദിക്റും സ്വലാത്തും എപ്പോഴും പതിവാക്കുക. വറത്തിബ് ലിസാനക ബിദിക്രില്ലാ. ഇമാം ബുഖാരി റളിയല്ലാഹു പഠിപ്പിക്കുന്ന ഹദീസിൽ കാണാം, നാവ് കൊണ്ട് എന്തെങ്കിലും ഇങ്ങനെ പറയുമ്പോൾ നാവ് ഇങ്ങനെ നനഞ്ഞുകൊണ്ടിരിക്കും. ആ പറച്ചില്, ആ നനവ് ദിക്ർ ചൊല്ലിയിട്ടാവട്ടെ, ഖുർആൻ ഓതിയിട്ടാവട്ടെ, ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത് ഇമാം ബുഖാരി തങ്ങൾ റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. അതുകൊണ്ട് ചുരുങ്ങിയ ഈ ജീവിതകാലം റബ്ബിന്റെ പൊരുത്തത്തിൽ നാം ജീവിക്കുക, നല്ല രൂപത്തിൽ നാം നടക്കുക. കാലകാലം ഇവിടെ നിൽക്കാൻ കഴിയില്ല. വളരെ ചുരുങ്ങിയ കാലമാണ് നമ്മുടെ ജീവിതം. മഹാന്മാരായിരിക്കുന്ന ഔലിയാക്കന്മാര് ഉൾപ്പെടെയുള്ള മഹാന്മാർ ഈ ദുനിയാവിന് വില കൽപ്പിച്ചില്ല. മഹത്തുക്കൾ ദുനിയാവിനെ പരിചയപ്പെടുത്തിയത് അദ്ദുനിയാ ദാറുൽ ഫനാ വൽആഖിറതു ദാറുൽ ഖുലൂദ്. ഈ ദുനിയാവിന്റെ നിലനിൽപ്പില്ല. ഇവിടുത്തെ ഭാര്യ മക്കൾക്ക്, കുടുംബത്തിന്റെ, മാതാപിതാക്കൾക്ക്, വീടിന്റെ, ഫ്ലാറ്റിന്റെ, കൊട്ടാരത്തിന്റെ, ബിസിനസ്സിനക്ക് ഒന്നിനും നിലനിൽപ്പില്ല. എല്ലാം നശിക്കുന്ന ലോകമാണ്. നശിക്കാത്ത ലോകം വൽആഖിറതു ദാറുൽ ഖുലൂദ്, അത് പാരത്രിക ലോകമാണ്. മഹത്തുക്കൾ ഖുർആൻ തെളിവായി കണ്ടത് വൽആഖിറതു ഖൈറു വഅബ്ഖാ, ശേഷിക്കുന്ന ലോകം അത് പാരത്രിക ലോകമാണെന്ന് മഹത്തുക്കൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഖുർആൻ പഠിപ്പിച്ചത്, ഖുർആനിൽ പറയുന്നത് മഹാന്മാര് തെളിവായി കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ, എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, ദുനിയാവിന്റെ നിലനിൽപ്പില്ല. എപ്പോഴാണ് നാം മരിക്കുക എന്ന് ഒരാൾക്കും പറയാൻ കഴിയില്ല. ഏതു സമയവും നാം മരണത്തിനോട് പിടികൂടാൻ സാധ്യതയുണ്ട്. നാം ധരിച്ച ചെരുപ്പ് നമ്മുടെ ശരീരത്തിനോട് എത്രത്തോളം ഒട്ടി നിൽക്കുന്നുവോ, അടുത്തു നിൽക്കുന്നുവോ, അതിനേക്കാൾ അപ്പുറമാണ് നമ്മുടെ മരണം അടുത്തിട്ടുള്ളത്. അതിന് ചെറുപ്പ വലുപ്പ പ്രായമൊന്നും കണക്കില്ല, രോഗം വേണമെന്നില്ല. എത്രയോ ആളുകൾ അടുത്തടുത്തായി, പല പല ആളുകൾ, നമ്മുടെ സ്നേഹികൾ നാട്ടിലും പരിസരത്തും ഗൾഫ് നാട്ടിലുൾപ്പെടെ സഹോദര സഹോദരിമാര് മരണപ്പെട്ട ദൈനംദിനം മാധ്യമങ്ങളിലൂടെ
നാം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രയാസകരമായ ഒരു കാലഘട്ടത്തിൽ നാം ജീവിച്ചു കൊണ്ടിരിക്കുമ്പോൾ ഏതു സമയം മരിക്കുമെന്ന് പറയാൻ പറ്റുമോ? അൽ മൗതു ഹഖ്, മരണം അത് യാഥാർത്ഥ്യമാണ്, സത്യമാണ്. അതിൽ നിന്ന് ഒരാൾക്കും ഒരു ശക്തിക്കും കക്ഷിക്കും അതിൽ നിന്ന് ഒഴിഞ്ഞു മാറാൻ കഴിയില്ല. ആ രൂപേണ മരണം നമ്മൾ അടുത്തിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ ആയുസ്സുകാലം ഇമാം ബുഖാരി റളിയല്ലാഹു പഠിപ്പിക്കുന്ന ഹദീസിൽ ഉപ്പാപ്പ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചില്ലേ, അഅ്മാറു ഉമ്മത്തി മാ ബൈന 60 വ 70. 60-70 വയസ്സിന്റെ ഇടയിലാണ് എന്റെ സമുദായത്തിന്റെ കാലത്ത് ആളുകളുടെ ജീവിതത്തിന്റെ കാലാവധിയെന്ന് തങ്ങൾ തന്നെ 1400 വർഷങ്ങൾക്ക് മുമ്പ് നമ്മെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഞാൻ വാക്കു ചുരുക്കുന്നു, ആ മരണം എപ്പോഴും നമ്മളെ പിടികൂടാമല്ലോ. അതിന് മുമ്പ് നാം റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിക്കണ്ടയോ? എല്ലാ ഹറാമുകളും സ്റ്റോപ്പ് ചെയ്യണേ, എല്ലാ തമ്മാടിത്തരങ്ങളും നിർത്തിവെക്കണേ. നാവ് കൊണ്ട് ഹറാമ് പറയണ്ട, ഹറാമ് സംസാരിക്കണ്ട, കളവ് പറയണ്ട, ഗീബത്ത് പറയണ്ട. ഒരൊറ്റ സുന്നത്ത് ജമാഅത്തിന്റെ ആലിമീങ്ങളെ, സാദാത്തുക്കളെ, ഒരാളെയും രാഷ്ട്രീയം നോക്കിയിട്ടോ ഒരാളെയും ഗ്രൂപ്പീസം നോക്കിയിട്ടോ അങ്ങോട്ടും ഇങ്ങോട്ടും അഭിപ്രായം പറയാൻ പോകണ്ട. അത് വലിയ അപകടമാണ് കേട്ടോ. ഒരാളെ കുറിച്ചും ഒരു അഭിപ്രായം പറയണ്ട. നാം നമ്മുടെ സ്വയം നഫ്സിലേക്ക് നോക്കിയിട്ട് നമുക്ക് വല്ല അയ്ബുമുണ്ടോ, വല്ല പോരായ്മയുമുണ്ടോ, അത് ചിന്തിച്ചിട്ട് അത് ശരിപ്പെടുത്താൻ ശ്രമിക്കുകയല്ലാതെ മറ്റൊരാൾ അയ്ബിനെ കുറിച്ച് നീ ചിന്തിക്കണ്ട. ഒരാളെ പറ്റി കുറ്റം കുറവ് നോക്കി പറഞ്ഞാൽ, നോക്കി നടന്നാൽ അത് വലിയ തെറ്റാണ്. അത് വ്യഭിചാരത്തെക്കാൾ വലിയ ഗൗരവമുണ്ടെന്ന് തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അൽ ഫിത്ന, മഹാന്മാരായ ആളുകൾ പഠിപ്പിച്ചിട്ടുണ്ട്. വലിയ തെറ്റാണ്. അൽ ഐബത്തു അശദ്ദു മിനസ് സിനാ, വ്യഭിചാരത്തിനേക്കാൾ വലിയ അക്രമമാണ്. വ്യഭിചാരം തന്നെ വലിയ ഗൗരവമുള്ള കാര്യമല്ലേ, വലിയ തെറ്റല്ലേ? വ്യഭിചാരത്തിനെ പറ്റിയും പറഞ്ഞത് എന്താണ്? ലാ തഖറബുസ് സിനാ ഇന്നഹു കാന ഫാഹിഷ. വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ പറ്റില്ല. വ്യഭിചരിക്കരുത് എന്നല്ല, വ്യഭിചാരത്തിലേക്ക് അടുക്കാൻ തന്നെ പറ്റൂല. വ്യഭിചാരത്തിലേക്ക് അടുക്കുന്ന വഴികളാണ് അന്യ സ്ത്രീ പുരുഷന്മാർ തമ്മിലുള്ള നോട്ടം, സ്പർശനങ്ങള്, ചിരി, സംസാരങ്ങള്. അതുപോലും അതിലേക്ക് തന്നെ അടുക്കാൻ പറ്റില്ല എന്ന് വളരെ ഗൗരവത്തോടെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതിനേക്കാൾ വലിയ അക്രമം, വലിയ തെറ്റാണ് ഒരാളെ കുറിച്ച് കുറവാക്കി പറയലെന്ന് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് ഉപ്പാപ്പ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പ്രിയമുള്ള മുഅ്മിനീങ്ങളെ എല്ലാം നിർത്തിവെച്ച്, എല്ലാ ഹറാമുകളും നിർത്തിവെച്ച് ചെറിയ ആയുസ്സുകാലം റബ്ബിന്റെ പൊരുത്തത്തിൽ ജീവിച്ചോ. എപ്പ മരണം പിടികൂടുമെന്ന് പറയാൻ കഴിയില്ലല്ലോ. ഏതു സമയവും മരിക്കുമല്ലോ. മരിക്കാൻ എപ്പോഴാണെന്ന് പറയാൻ പറ്റുമോ? സമയമെത്തിയാൽ ഒരു സെക്കൻഡും നമ്മളെ പിന്തിച്ചിടുകയില്ലെന്ന് ഖുർആൻ വളരെ താക്കീതോടെ ഓർമ്മപ്പെടുത്തിയതല്ലേ. വലൻ യുഅഖിറല്ലാഹു നഫ്സൻ ഇദാ ജാഅ അജലുഹാ വല്ലാഹു ഖബീറും ബിമാ തഅമലൂൻ. അല്ലാഹു നിശ്ചയിച്ച സമയമെത്തിയാൽ ഇല്ല ഇല്ല, ഒരു സെക്കൻഡും അല്ലാഹ് പിന്തിച്ചിടുകയില്ലെന്ന് പരിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നു. അതുകൊണ്ട് ഏതു സമയം നമ്മളെ മരണം പിടികൂടുമെന്ന, ഖബറിലേക്കൊരു യാത്രയുണ്ടെന്ന ചിന്ത എപ്പോഴും നമുക്ക് വേണം. ആ ചിന്ത നമ്മുടെ ഖൽബിലുണ്ടായാൽ ഒരു തെറ്റുകളും നമുക്ക് ചെയ്യാൻ കഴിയില്ല, ഒരു ഹറാമുകളും ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, നിസ്കാരങ്ങൾ നഷ്ടപ്പെടുത്താതെ, ഖളാകാതെ പുരുഷന്മാരെ കഴിവിന്റെ പരമാവധി ജമാഅത്തായ പള്ളികളിൽ സംബന്ധിക്കുക.
പഠിക്കാൻ പങ്കെടുക്കാൻ ശ്രമിക്കുകയും സ്ത്രീകളൊക്കെ ആവുന്ന ആളുകളൊക്കെ വീട്ടിൽ ഒരുമിച്ച് കൂടി ജമാഅത്തായി നിസ്കരിക്കുകയും ഒരു വക്തും നഷ്ടപ്പെടുത്താതെ കളാകാതെ സുന്നത്ത് നിസ്കാരങ്ങൾ പതിവാക്കി വിത്ര് നഷ്ടപ്പെടുത്താതെ ലുഹ നഷ്ടപ്പെടുത്താതെ കഴിയുന്ന ആളുകളൊക്കെ ആവുന്ന ആളുകള് നട്ടപ്പാതിരാ സമയത്ത് എണീറ്റ് ഒന്നുകൊടുത്ത് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ച് അങ്ങകല മദീന മുനവ്വറയിൽ പച്ചക്കുബക്കുള്ളിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന നമ്മുടെ നേതാവ് റഹ്മത്തുൽ ലിൽ ആലമീൻ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആ ഇരുത്തത്തിൽ ഖിബലയിലേക്ക് തിരിഞ്ഞ് വിളിക്കൂ വസ്സലാത്തു വസ്സലാമു അലൈക യാ സയ്യിദി യാ റസൂലല്ലാഹ് خذ بيدي قلت حيلتي أدركني 10 പ്രാവശ്യം വിളിച്ച് ആ തങ്ങളെ സ്തുതിയാതെ പറഞ്ഞ് തങ്ങളിലേക്ക് അങ്ങേൽപ്പിച്ച് അള്ളാഹുവിനോട് നീ അങ്ങ് വരുന്നോ നിന്റെ വിഷയങ്ങൾക്ക് പരിഹാരമാണ് നിന്റെ രോഗങ്ങൾ സുഖപ്പെടാൻ അത് കാരണമാണ് ആയുസ് കിട്ടാൻ കാരണമാണ് ആരോഗ്യം കിട്ടാൻ അത് കാരണമാണ് കുടുംബത്തിൽ ബർക്കത്തുണ്ടാകാൻ അത് കാരണമാണ് ആ രൂപത്തിൽ നീ നിന്റെ ജീവിതം മുഴുവൻ നല്ല രൂപത്തിൽ ധന്യമാക്കണം അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഈ പരിശുദ്ധ മജ്ലിസിന്റെ ബർക്കത്ത് കൊണ്ട് ഐനുന്നൂർ മജ്ലിസിൽ ഓഫ്ലൈനിലും ഓൺലൈനിലൊക്കെ പങ്കെടുത്ത കാരണം കൊണ്ട് അല്ലാഹു നമുക്ക് ഖൈർ പ്രദാനം നൽകുമാറാകട്ടെ നമ്മുടെ എല്ലാ പ്രശ്നങ്ങൾക്കും അല്ലാഹു പരിഹാരം നൽകട്ടെ